ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂരൽമല സന്ദർശിച്ചു. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ മേഖല സന്ദർശിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. രണ്ടായിരത്തി 2023-24 വർഷത്തെ ബാങ്കിന്റെ അറ്റ ലാഭത്തിൽ നിന്നും ചൂരൽമല ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് മന്ത്രിമാർ സന്ദർശിക്കണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. കനത്ത മഴയിൽ കോഴിക്കോട്ട് വെള്ളം കയറിയും മരം വീണും വീടുകൾക്ക് നാശം. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂരൽമല സന്ദർശിച്ചു. വയനാട്ടിലേക്ക് പോകാനായി കോഴിക്കോട്ടെത്തിയ മുഖ്യമന്ത്രി വെസ്റ്റിൽ വിക്രം മൈതാനിയിൽ നിന്നും ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലേക്ക് തിരിച്ചത്. വെള്ളത്തിന് മുങ്ങിപ്പോവായിരുന്നു. സാർ ഇത് രണ്ട് മണിക്കൂറിനുള്ളിൽ ഞങ്ങളിത് റെഡിയാക്കി ബോട്ട് ബില്ലിംഗ്. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ മേഖല സന്ദർശിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. ഉച്ചയോടെ സ്ഥലത്തെത്തിയ രാഹുൽ ഗാന്ധി രക്ഷാപ്രവർത്തകരോട് സംസാരിച്ചു. ദൌത്യമേഖലയെ നിരീക്ഷിച്ചു. രാഹുൽ ഗാന്ധി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് മന്ത്രിമാർ സന്ദർശിക്കണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. നാശനഷ്ടം സംഭവിച്ചവർക്ക് ഉടൻ അടിയന്തര ധനസഹായം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉരുൾപൊട്ടലിൽ വിറങ്ങലടിച്ച് നിൽക്കുന്ന വിലങ്ങാട് മന്ത്രിമാർ സന്ദർശിക്കണമെന്നും നാശനഷ്ടം സംഭവിച്ചവർക്ക് ഉടൻ അടിയന്തര ധനസഹായം നൽകണമെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ആവശ്യപ്പെട്ടു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അവശ്യ സാധനങ്ങളുടെയും ഭക്ഷണത്തിന്റെയും ലഭ്യത ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിലങ്ങാട് ദുരിതബാധിത പ്രദേശത്തെ ക്യാമ്പുകളും ഉരുൾപൊട്ടലുണ്ടായ അടിച്ചിപ്പാറയും സംഘം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ, ജില്ലാ ജനറൽ സെക്രട്ടറി എം മോഹനൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ ടി കെ പ്രഭാകരൻ, രാംദാസ് മണലേരി, നരിപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് സുനിൽ കുമാർ, കുറ്റ്യാടി മണ്ഡലം പ്രസിഡന്റ് ഒ പി മഹേഷ്, മാമ്പറ്റ ബാലൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
2023-24 വർഷത്തെ ബാങ്കിന്റെ അറ്റ ലാഭത്തിൽ നിന്നും ചൂരൽമല ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഷിരൂർ ദുരന്തത്തിലെ അർജുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുമെന്നും സാരഥികൾ പറഞ്ഞു. രാജ്യത്തെ നടുക്കിയ ദുരന്തമായ ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഭവനരഹിതരായവർക്ക് പുനരധിവാസത്തിന് അധികാരികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ സൗജന്യമായി നൽകുന്ന സ്ഥലത്ത് പഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന 11 കുടുംബങ്ങൾക്ക് സർക്കാരിന്റെ അനുവാദത്തിന് വിധേയമായി 5 ലക്ഷം രൂപ വീതം ചെലവഴിച്ചുകൊണ്ട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുവാൻ കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് സന്നദ്ധമാണെന്ന് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാരിന്റെ ഏതെങ്കിലും സഹായ പദ്ധതിയുടെ ഭാഗമായി ഈ ദൗത്യം ഏറ്റെടുക്കാനും ബാങ്ക് തയ്യാറാണ്. ഇപ്പൊ നമ്മുടെ വയനാട്ടിലെ ദുരന്തം, ആ ദുരന്തത്തിലെ 11 കുടുംബങ്ങൾക്ക് NIT-യുമായി ബന്ധപ്പെട്ട് എങ്ങനെ അവിടെ വീട് നിർമ്മിക്കണം, ഇനി അവിടെ തന്നെ നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുമോ? ഷിരൂരിൽ കാണാതായ അർജുന്റെ ഭാര്യയ്ക്ക് സഹകരണ നിയമവ്യവസ്ഥകളിൽ ഇളവുകൾ അനുവദിച്ചുകൊണ്ട് ബാങ്കിൽ ജൂനിയർ ക്ലാർക്ക് തസ്തികയിൽ കുറയാത്ത തസ്തികയിൽ നിയമിക്കുന്നതിനും ബാങ്ക് അനുവാദം തേടുമെന്നും സാരഥികൾ പറഞ്ഞു. ആ അർജുന്റെ ഭാര്യ ഡിഗ്രിയുള്ള കുട്ടിയാണ്, അവർക്ക് ഞങ്ങൾ ജോലി കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഗവൺമെന്റ് നേരിട്ടുള്ള നിയമനം നടത്താൻ, ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്ക് നേരിട്ടുള്ള നിയമനം നടത്താൻ, അവൾക്ക് മാത്രമായി നിയമനം നടത്താനുള്ള അനുവാദം രജിസ്ട്രാർ തരണം. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ്, MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ, MVR ക്യാൻസർ സെന്റർ ഡയറക്ടർ CE ചാക്കുണ്ണി, ബാങ്ക് ഡയറക്ടർ KP രാമചന്ദ്രൻ, ബാങ്ക് ഡയറക്ടറായ TM വേലായുധൻ, ബാങ്ക് ജനറൽ മാനേജർ സാജു ജെയിംസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കനത്ത മഴയിൽ കോഴിക്കോട്ട് വെള്ളം കയറിയും മരം വീണും വീടുകൾക്ക് നാശം. കണ്ണാടിക്കൽ ഭാഗത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി 150 വീട്ടുകാരെ ഒഴിപ്പിച്ചു. കണ്ണാടിക്കൽ അങ്ങാടിയും കൂറ്റഞ്ചേരി ശിവക്ഷേത്രത്തിന്റെ വഴിയും വെള്ളത്തിലായി. കണ്ണാടിക്കൽ ഭാഗത്ത് വെള്ളം കയറിയതോടെ വടക്കേവയൽ കൃഷ്ണൻകടവ് പ്രദേശത്തെ 150 വീട്ടുകാരെ ഒഴിപ്പിച്ചു. താമസക്കാരെ മലാപ്പറമ്പ് വനിതാ പോളിടെക്നിക്, കണ്ണാടിക്കൽ വരദൂർ സ്കൂൾ, സിൽവർ ഹിൽസ് സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് മാറ്റി താമസിപ്പിച്ചു. കണ്ണാടിക്കൽ അങ്ങാടി, കൂറ്റഞ്ചേരി ശിവക്ഷേത്രത്തിലേക്കുള്ള വഴി എന്നിവ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. ക്ഷേത്രത്തിന്റെ കണ്ണാടിക്കൽ റോഡരികിലുള്ള ഭണ്ണാരം വെള്ളത്തിൽ മുങ്ങി, ഉള്ളിലും വെള്ളം കയറി. കണ്ണാടിക്കൽ മുതൽ പാറോപ്പടി സിൽവർ ഹിൽസ് സ്കൂളിന് സമീപം വരെ റോഡ് വെള്ളത്തിൽ മുങ്ങിയ നിലയിലായിരുന്നു. ബസ്സുകൾ ഇതിലൂടെ സർവീസ് നടത്തിയില്ല. പൂനൂർ പുഴ കവിഞ്ഞൊഴുകി ചെറുവറ്റക്കടവ്, മൂഴിക്കൽ ഭാഗങ്ങളിൽ ഒട്ടേറെ വീടുകൾ വെള്ളത്തിനടിയിലായി. പല വീട്ടുകാരെയും ബന്ധുവീടുകളിലേക്ക് ഉൾപ്പെടെ മാറ്റി പാർപ്പിച്ചു. കനത്ത മഴയിൽ ചേളന്നൂർ പഞ്ചായത്തിലെ 100-ലേറെ വീടുകളിൽ വെള്ളം കയറി. 20-ലേറെ വീടുകൾക്ക് മുകളിൽ മരം വീണ് നാശനഷ്ടമുണ്ടായി. മരം വീണ് വൈദ്യുത ലൈനുകളും തകർന്നു. കാക്കൂർ പാലത്തിന് സമീപം കല്ലുങ്ക് തകർന്നു. പാലത്ത് ഊട്ടുകുളത്തിന് സമീപം പാറയിൽ തോട് കവിഞ്ഞൊഴുകി സമീപത്തെ വീടുകളിൽ വെള്ളം കയറി. ചേളന്നൂർ പഞ്ചായത്ത് 1-ാം വാർഡിൽ 53 വീടുകളിൽ വെള്ളം കയറി. പുനത്തിൽ താഴം, കണ്ണങ്കര, അക്വഡക്ട് ഭാഗങ്ങളിൽ വെള്ളം ഒഴിഞ്ഞു പോകാത്ത അവസ്ഥയാണ്. ഒളോപ്പാറ ഭാഗത്ത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടം തകർന്നു വീണു. ബാലുശ്ശേരി കോഴിക്കോട് റോഡിൽ അമ്പലത്തുകുളങ്ങര ഭാഗത്ത് വെള്ളം കയറിയതിനാൽ ഗതാഗത തടസ്സമുണ്ടായി. കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ ഭാഗമായ കക്കോടി ബ്രാഞ്ച് കനാലിന്റെ ചീരോളിത്താഴം പാലത്തോട് ചേർന്ന ഭാഗത്ത് പാർശ്വഭിത്തിയും കനാൽ റോഡും പൂർണ്ണമായും ഇടിഞ്ഞു. മഴയിൽ വെള്ളം ശക്തമായി ഒഴുകിയെത്തിയാണ് പാർശ്വഭിത്തി ഇടിഞ്ഞത്. കരിങ്കൽ കെട്ടുകൾ ഉൾപ്പെടെ നിലം പതിച്ചു. ഇതിനു മുകളിലുള്ള കോൺക്രീറ്റ് സ്ലാബും തകർന്നു.
പൂനൂർ പുഴ, കിരാലൂർ, പുഞ്ചത്തോട് എന്നിവയും കര കവിഞ്ഞൊഴുകി. കക്കോടി ഗവൺമെൻറ് LP സ്കൂൾ, പടിഞ്ഞാറ്റുമുറി ഗവൺമെൻറ് UP സ്കൂൾ എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ തുറമുഖത്തോടും തൊഴിലാളികളോടുമുള്ള സർക്കാരുകളുടെ അനാസ്ഥയ്ക്കെതിരെ ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു. ബേപ്പൂർ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ അഡ്വക്കേറ്റ് K. ജയന്ത് ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ ഫിഷിംഗ് ഹാർബറിനോടും മത്സ്യ അനുബന്ധ തൊഴിലാളികളോടുമുള്ള കേരള സർക്കാരുകളുടെ അനാസ്ഥയ്ക്കെതിരെ ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ബേപ്പൂർ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ജയന്ത് ഉദ്ഘാടനം ചെയ്തു. 1980 ശ്രീ NP മൊയ്തീൻ ജയിച്ചതിന് ശേഷം പിന്നീടുള്ള തെരഞ്ഞെടുപ്പിലൊക്കെയും ജയിച്ചത് ഇടതുമുന്നണി പിന്തുണയുള്ള സ്ഥാനാർത്ഥികളാണ്. കേരളത്തിലെ മന്ത്രിസഭയില് മാറി മാറി വരുന്ന ഗവൺമെന്റുകളില് തുടർച്ചയായി MLA-മാരെ സൃഷ്ടിക്കുന്ന ബേപ്പൂരിൽ നിന്ന് ഇടതുമുന്നണിയുടെ മന്ത്രിമാരായി കടന്നു വന്നിട്ടുള്ളത് 3 പേരാണ്. സഖാവ് TK ഹംസ, സഖാവ് എളമരം കരീം, ഇപ്പൊ ഏറ്റവും ഒടുവിലായി സൂപ്പർ മന്ത്രിയായി ചമയുമെന്ന മുഹമ്മദ് റിയാസ്. ഈ 50 വർഷത്തെ ബേപ്പൂരിന്റെ ചരിത്രം പരിശോധിക്കുമ്പോ ഈ ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള 10,000-കണക്കിന് മനുഷ്യർക്ക് ജീവിതത്തിന് വെളിച്ചമേകുന്ന ഈ ഹാർബറിനോട് ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് പറയുവാനുള്ള ബാധ്യത കേരളത്തിലെ ഇടതുമുന്നണിക്കുണ്ട്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് തിരുവച്ചിറ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ P. സുൽഫിക്കർ, DCC ജനറൽ സെക്രട്ടറി P. കുഞ്ഞിമൊയ്തീൻ TK, അബ്ദുൽ ഗഫൂർ, CSZ അസീസ്, കരിച്ചാലി പ്രേമൻ, M. ഷെറീഫ്, ആഷിഖ് പിലാക്കൽ, A. പ്രദീപ്, K. റാണേഷ്, മലയിൽ ഗീത, രാജേഷ് അച്ചാറമ്പത്ത്, T. പുരുഷു, PM ഷഹബാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാധ്യമരംഗത്തെക്കുറിച്ചുള്ള അവബോധം ലക്ഷ്യമിട്ട് അത്തോളി ന്യൂസ് റീഡേഴ്സ് ഫോറം മാധ്യമ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജനകീയ പങ്കാളിത്തം കൊണ്ടും നൂതന പരിശീലനം കൊണ്ടും ക്യാമ്പ് ശ്രദ്ധേയമായി. മാധ്യമരംഗത്തേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്കും സിറ്റിസൺ ജേർണലിസ്റ്റുകൾക്കും സൗജന്യമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. PRD ഡെപ്യൂട്ടി ഡയറക്ടർ KT ശേഖർ ഉദ്ഘാടനം ചെയ്തു. സമൂഹ മാധ്യമം ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് KT ശേഖർ പറഞ്ഞു. പത്രവാർത്തയുടെ കണ്ടന്റ് ലളിതമായ ഭാഷയിലാകണം. വാർത്ത നൽകും മുമ്പ് സൂക്ഷ്മമായ വിശകലനം ആവശ്യമാണ്. പ്രാദേശിക മാധ്യമ പ്രവർത്തനത്തിന് ഇക്കാലത്ത് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുറച്ച് നേരത്തെ എത്തിപ്പെട്ടാൽ എന്താണ്, വേറെ നമുക്ക് കുറെ സ്റ്റോറീസ് കിട്ടും. സൈഡ് സ്റ്റോറീസ് എന്ന് പറയും അല്ലെ. മെയിൻ സ്റ്റോറിന്റെ കുറെ സൈഡ് സ്റ്റോറീസ് കിട്ടും. ആ സൈഡ് സ്റ്റോറീസ് എങ്ങനെയാ കിട്ടുന്നത്? നമ്മൾ നേരത്തെ പോകണം. നമ്മൾ ആ പരിപാടി നടക്കുന്ന അല്ലെങ്കിൽ ആ സംഭവം നടക്കുന്നിടത്തിൽ 1 മിനിറ്റ് മുന്നേ പോയാൽ നമുക്ക് അവിടെ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് കിട്ടും അല്ലെ. മറ്റുള്ളവര് പറയുന്നതിന് മുമ്പ് നമ്മൾ സമൂഹത്തോട് പറയുമ്പോഴാണ് എന്ത് ചെയ്യാ, അത് എന്താവാ, എക്സ്ക്ലൂസീവാ അല്ലെ. ഓൺലൈൻ മീഡിയ സാധ്യതകളും പ്രതീക്ഷകളും എന്നതിനെക്കുറിച്ച് ട്രൂവിഷൻ മാനേജിംഗ് എഡിറ്റർ KK ശ്രീജിത്ത് ക്ലാസ് എടുത്തു. മാധ്യമപ്രവർത്തകരായ സുനിൽ കൊളക്കാട്, MK ആരിഫ്, അജീഷ് അത്തോളി, സൈക്കോളജിസ്റ്റ് VP സപ്ന എന്നിവർ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാജൻ സർട്ടിഫിക്കറ്റും ഹെൽത്ത് കാർഡും വിതരണം ചെയ്തു. സജി ഏലിയാസ്, V. ഷിജു, KP ഷിജിൽ, പ്രസ് ക്ലബ് സെക്രട്ടറി MK ആരിഫ്, AS ആവണി എന്നിവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, അത്തോളി. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. എയർ ഏഷ്യ കോഴിക്കോട് കോലാലംപൂർ വിമാന സർവീസ് ആരംഭിക്കുന്നു. പ്രതിവാരം 3 സർവീസുകൾ നടത്തും. ആദ്യ വിമാനം ഓഗസ്റ്റ് 1 കോഴിക്കോട്ടേക്കും ഓഗസ്റ്റ് 2 കോലാലംപൂരിലേക്കും സർവീസ് നടത്തും. അത് നമ്മുടെ ഒരു ഉദ്ദേശം കാലിക്കറ്റിൽ നിന്നും ഫാർ ഈസ്റ്റിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് വേണമെന്നായിരുന്നു. അപ്പം അതിന്റെ ഒരു സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു ദിവസമായിട്ട് നമുക്കിത് കണക്കൂട്ടാം. കാലിക്കറ്റിൽ നിന്ന് കോലാലംപൂരിലേക്കും കോലാലംപൂരിൽ നിന്ന് കാലിക്കറ്റിലേക്കുമുള്ള ഫ്ലൈറ്റ് ആഴ്ചയിൽ 3 ദിവസം. കോഴിക്കോട് എയർപോർട്ട് അതോറിറ്റി ഉപദേശക സമിതി ചെയർമാൻ ഡോക്ടർ AP അബ്ദുസമദ് സമദാനി MP, MK രാഘവൻ MP, എളമരം കരീം, സ്ഥലം MLA, എയർപോർട്ട് അതോറിറ്റി ഡയറക്ടർ തുടങ്ങി എല്ലാ ജനപ്രതിനിധികളുടെയും പിന്തുണയോടെ 28ഓളം വിമാന കമ്പനി അധികൃതരെ പങ്കെടുപ്പിച്ച് നടത്തിയ സംഗമത്തിന്റെ ഫലമായാണ് സർവീസിന് തുടക്കം കുറിക്കുന്നതെന്ന് അൽഹിന്ദ് അറിയിച്ചു. GCCക്ക് പുറമെ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് നേരിട്ട് വിമാന സർവീസ് തുടങ്ങുന്നത് മലബാറിന്റെയും കോഴിക്കോടിന്റെയും വികസനത്തിനും ടൂറിസം രംഗത്തെ സാധ്യതകൾക്കും പ്രയോജനപ്പെടുമെന്നും അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ APM മുബഷീർ, എയർ ഏഷ്യ ജനറൽ മാനേജർ സുരേഷ് നായർ തുടങ്ങിയവർ പറഞ്ഞു. 130 destinations all across Asia Pacific, starting with Kuala Lumpur, whether you want to go to Singapore, Hong Kong, Australian points like Melbourne, Sydney, to Japan, to Tokyo, to Osaka, to South Korea, to Seoul, to Busan, to all many points in China and all over Southeast Asia. We cover the ASEAN region. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം യന്ത്രവൽകൃത ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി കടലിലിറങ്ങി. ബേപ്പൂരിൽ നിന്നും പുതിയാപ്പയിൽ നിന്നുമായി 450 ബോട്ടുകളാണ് മത്സ്യബന്ധനത്തിനായി പോയത്. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിനു ശേഷം യന്ത്രവൽകൃത ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി കടലിലിറങ്ങി. രാത്രി 12-ന് ശേഷം ബേപ്പൂരിൽ നിന്നും പുതിയാപ്പയിൽ നിന്നുമായി 450 ബോട്ടുകളാണ് മത്സ്യബന്ധനത്തിനായി പോയത്. കടൽ പൊതുവെ ശാന്തമാണെന്നതും കാര്യമായ അപകട മുന്നറിയിപ്പുകൾ ഇല്ലെന്നതുമാണ് ബോട്ടുടമകൾക്ക് പ്രതീക്ഷ നൽകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി മത്സ്യബന്ധനത്തിന് ഇറങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു ബോട്ടുടമകൾ. ബോട്ടിലെ ജോലിക്കാരായ 5000 അതിഥി തൊഴിലാളികൾ കന്യാകുമാരി, ബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നും തിരിച്ചെത്തി. ട്രോളിംഗ് നിരോധനവും മത്സ്യ കയറ്റുമതിയിലെ പ്രശ്നങ്ങളും കാരണം സാമ്പത്തിക പ്രതിസന്ധിയിലായ ബോട്ടുടമകൾ ഈ സീസൺ വലിയ പ്രതീക്ഷകളോടെയാണ് കാണുന്നത്. കഴിഞ്ഞ സീസൺ പൊതുവെ മോശമായതും ചെമ്മീൻ കയറ്റുമതിയിലുണ്ടായ തിരിച്ചടിയുമാണ് ബോട്ടുടമകളെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയത്. കഴിഞ്ഞ സീസണിൽ മീൻ നൽകിയ വകയിൽ 10 കോടിയോളം രൂപ ഇനിയും കോഴിക്കോട്ടെ ബോട്ടുടമകൾക്ക് കിട്ടാനുണ്ടെന്ന് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കരിച്ചാലി പ്രേമൻ പറഞ്ഞു. ഇതു കാരണം ഇത്തവണ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം വീണ്ടും ബോട്ട് കടലിലിറക്കുന്നതിനും പല ബോട്ടുടമകളും ഏറെ പ്രയാസപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ മൊത്തത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു ദുരിതത്തിലാണ്. എത്രയും പെട്ടെന്ന് മത്സ്യബന്ധന മേഖലയിൽ അത് വള്ളങ്ങളായാലും ശരി, ബോട്ടുകളായാലും ശരി, അവരെ മത്സ്യബന്ധനത്തിന് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. അതോടൊപ്പം തന്നെ ഈ ദുരിതം അനുഭവിക്കുന്ന തീരദേശത്തുള്ള മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും സർക്കാർ സാമ്പത്തിക സഹായം നൽകണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KT ഉസ്താദ് ഉറൂസും ദാറുൽ ഖൈർ പദ്ധതി പ്രഖ്യാപനവും ഓഗസ്റ്റ് 2, 3, 4 തീയതികളിൽ കിനാശ്ശേരിയിൽ നടക്കും. KT മുഹമ്മദ് മുസ്ലിയാർ കൂമണ്ണ എന്ന KT ഉസ്താദിന്റെ 16ാം ചരമവാർഷികമാണ് ആചരിക്കുന്നത്. 2-ാം തീയതി ഓഗസ്റ്റ് 2 വെള്ളിയാഴ്ച 2 മണിക്ക് പതാക ഉയർത്തുന്നതോടുകൂടി പരിപാടികൾ ആരംഭിക്കും. വെള്ളിയാഴ്ച തന്നെ 4 മണിക്ക് സിയാറത്ത് നടത്തും. ശനിയാഴ്ച നമ്മൾ വൈകുന്നേരം 7 മണിക്ക് ഒരു മതപ്രഭാഷണം പ്ലാൻ ചെയ്തിട്ടുണ്ട്. 4-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് പ്രവാസി സംഗമവും അതുപോലെ തന്നെ അലുമിനി സംഗമവും നടക്കുന്നുണ്ട്. 7 മണിക്ക് പൊതു സമ്മേളനം, അനുസ്മരണ സമ്മേളനം ആരംഭിക്കുകയാണ്.
കിണാശ്ശേരി അറബിക് കോളേജിന്റെ സ്ഥാപകരിൽ ഒരാളും അറബിക് കോളേജ് പ്രിൻസിപ്പളുമായിരുന്ന KT ഉസ്താദിന്റെ ആണ്ട് അനുസ്മരണമാണ് വിപുലമായി സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 2 വെള്ളിയാഴ്ച പതാക ഉയർത്തുന്നതോടെ പരിപാടികൾ ആരംഭിക്കും. 4 മണിക്ക് സിയാറത്ത് നടക്കും. ഓഗസ്റ്റ് 3 മുഹമ്മദ് ഫാളിൽ നൂറാനി മതപ്രഭാഷണം നടത്തും. ഓഗസ്റ്റ് 4 പ്രവാസി ആലുംനി സംഗമം, അനുസ്മരണ സമ്മേളനം, എക്സലൻസി അവാർഡ് ദാനം, മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ, ദാറുൽ ഖൈർ പ്രഖ്യാപനം എന്നിവയും നടക്കും. തുടർന്ന് നടക്കുന്ന ദിക്ർ ദുആ മജ്ലിസിന് മുഹമ്മദ് സയ്യിദ് അലി ശിഹാബ് തളിക്കര, മുഹമ്മദ് ബഷീർ അസ്ഹനി എന്നിവർ നേതൃത്വം നൽകുമെന്നും കോളേജ് പ്രിൻസിപ്പൽ ബഷീർ അസ്ഹനി, അറബിക് കോളേജ് കമ്മിറ്റി പ്രസിഡന്റ് AP ബീരാൻ, ജനറൽ സെക്രട്ടറി ഹസൻ കോയ, ത്വാഹ പൊന്മാടത്ത്, KV ഉമ്മർ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com 2024 ഒളിമ്പിക്സിന് ആശംസകൾ നേർന്നുകൊണ്ട് സെന്റ് ഫ്രാൻസിസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ റാലി നടത്തി. വൈസ് പ്രിൻസിപ്പൽ അനൂപ് റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ നിഷീന, കായികാധ്യാപകരായ ജെയ്സ് ജോസഫ് സനില, അധ്യാപകരായ ശരത് ലാൽ, എനോഷ് എബ്രഹാം, പ്രട്ടി എന്നിവരും സംസാരിച്ചു. വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വിവിധതരം LED ടോർച്ചുകൾ മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ അഗ്നിശമന സേനയ്ക്ക് കൈമാറി. ഫയർ സർവീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് A ഷജിൽകുമാർ, VK നൌഷാദ് എന്നിവർ MDC പ്രസിഡന്റ് ഷെവലിയാർ, C ചാക്കുണ്ണി, ഖജാൻജി MV കുഞ്ഞാമു എന്നിവരിൽ നിന്നും ടോർച്ചുകൾ ഏറ്റുവാങ്ങി. എത്രയും വേഗം വയനാട്ടിൽ ടോർച്ചുകൾ എത്തിക്കുമെന്ന് ഫയർ സർവീസ് അസോസിയേഷൻ പ്രസിഡന്റ് ഷജിൽകുമാർ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂരൽമല സന്ദർശിച്ചു. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ മേഖല സന്ദർശിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. വർഷത്തെ ബാങ്കിന്റെ അറ്റ ലാഭത്തിൽ നിന്നും ചൂരൽമല ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് മന്ത്രിമാർ സന്ദർശിക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കനത്ത മഴയിൽ കോഴിക്കോട്ട് വെള്ളം കയറിയും മരം വീണും വീടുകൾക്ക് നാശം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.